ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് വാട്ട് അവർ മീറ്ററിനെ പറ്റിയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതിനിടയിൽ എന്ത് ചെയ്തു, കറണ്ട് പോയി. അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്തിന് വേണ്ടി വീണ്ടും ഷൂട്ട് ചെയ്തൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ ഒരു ഭാഗം ഈ ഒരു ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം ഉത്തരം ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, വാട്ട് അവർ മീറ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചോദ്യം എന്തുവാണ്, ഒരു ഉപകരണമുണ്ട്, അതിൽ മാർക്ക് ചെയ്തേക്കുന്നത് 529 വാട്ട് 230 വോൾട്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്തുവാടാ, 230 വോൾട്ട്. ഓക്കെ, 230 വോൾട്ട് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ ആ ഉപകരണത്തിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അത് 529 വാട്ട് എന്ന് പറയുന്ന പവർ ഔട്ട്പുട്ട് നമുക്ക് തരുമെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നമ്മുടെ വീട്ടിൽ സാധാരണ പവർ ആണ് എന്തെന്ന് പറയുന്നത് 230. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ 230 വോൾട്ട് പവർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, 529 വാട്ട് പവർ ഔട്ട്പുട്ട് തരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു ഈച്ച് ഓഫ് ദീസ് മീൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റും, അല്ലേ? എന്താണ്, ദ ഡിവൈസ് ഈസ് ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് അറ്റ് 230 വോൾട്ട്. അങ്ങനെ വോൾട്ടിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെൻ ഇറ്റ് ഈസ് റൺ അറ്റ് 230 വോൾട്ട് ഇറ്റ് വിൽ കൺസ്യൂം 529 വാട്ട്സ് ഓഫ് പവർ. മനസ്സിലാക്കുന്ന കാര്യം. ബി ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്, വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദിസ് അപ്ലയൻസ് ഇഫ് 100 വോൾട്ട് ഈസ് അപ്ലൈഡ്. 230 വോൾട്ടിന് പകരം നമ്മൾ കുറച്ച് 100 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ പവർ ഔട്ട്പുട്ട് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇതേ സെയിം ടൈപ്പ് ചോദ്യം നമ്മൾ മുന്നേ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് പുതിയ പവർ കണ്ടുപിടിക്കണമെങ്കിൽ, പുതിയ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് വേണം, വോൾട്ടേജിൻ്റെ സ്ക്വയറും വേണം, അതുപോലെ തന്നെ അവിടുത്തെ റെസിസ്റ്റൻസും വേണം, അല്ലേ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പവറിൻ്റെ ഫോർമുല പഠിച്ചു. പക്ഷേ നമുക്കിവിടെ എന്തറിയില്ല, റെസിസ്റ്റൻസ് അറിയില്ല. അപ്പോൾ ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ഒരു കേസ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് പുതിയ പവറും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പഴയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, P = V²/R എന്നാണ്. അതിൽ പഴയ പവർ എന്ന് പറയുന്നത് എത്രയാണ്, 529 ആണ്. V² എന്ന് പറയുന്നത് 230ൻ്റെ സ്ക്വയർ ആണ്. അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അറിയില്ല. എന്ത് ചെയ്യണം, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇവനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ എന്ത് കിട്ടും, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 230ൻ്റെ സ്ക്വയർ. 230ൻ്റെ സ്ക്വയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് 52900 എന്ന് കിട്ടും. ബൈ പഴയ പവർ എന്ന് പറയുന്നത് 529 വെട്ടിപ്പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഉപകരണത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണെന്ന് കിട്ടും. ഈ 100 ഓം എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പുതിയ പവർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പുതിയ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ന്യൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് തന്നെയാണ്, ഈ പറയുന്ന 529, അതുപോലെ തന്നെ 529 അല്ലല്ലോ, പുതിയ വോൾട്ടേജ് ആണല്ലോ. പുതിയ വോൾട്ടേജ് എത്രയാണ്, 100 ആണ്. അപ്പോൾ എത്രയാണ്, 100ൻ്റെ സ്ക്വയർ, അല്ലേ? 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 കൂടെ വരും, ഡിവൈഡഡ് ബൈ പുതിയ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആകെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. 2 0 വെട്ടിപ്പോവും. അപ്പോൾ പുതിയ പവർ എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് കിട്ടും, 100 വാട്ട് എന്ന് കിട്ടും. സോ പുതിയ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 100 വാട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ ഒരു സംഭവം തന്നിട്ടുള്ളത് എന്തിനാണ്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന ഉപകരണത്തിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. കാരണം ഉപകരണത്തിന് മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ റെസിസ്റ്റൻസിന് മാറ്റം വരത്തില്ല. പിന്നെ എന്തേ മാറുള്ളൂ, വോൾട്ടേജും കറണ്ടിനൊക്കെ മാറാൻ പറ്റുള്ളൂ, പവറിനും മാറാൻ പറ്റും. അപ്പോൾ റെസിസ്റ്റൻസിന് മാറ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ കണ്ടീഷൻസ് വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് പുതിയ കേസിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പവർ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത് എന്തിലോട്ട് പോവാം, വാട്ട് അവർ മീറ്ററിലോട്ട് പോവാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു കറണ്ട് ബില്ലിൻ്റെ ഒരു അളവൊക്കെ അനുസരിച്ച് ഈ പറയുന്ന മീറ്റർ നോക്കി ബില്ല് തരാനായിട്ട് ഒരു ചേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഒരു ചേച്ചി നിങ്ങളുടെ വീട്ടിൽ വരും. അന്നത്തെ ദിവസം വീട്ടിൽ എന്തായിരിക്കും, എൻ്റെ വീട്ടിലൊക്കെ അന്നത്തെ ദിവസം കുറച്ച് ഉടക്കുള്ള നടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഇപ്പോഴല്ല, കുറച്ച് കൊച്ചായിരുന്നപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും, കറണ്ട് ബില്ല് കൂടിയതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, വഴക്ക് പറയും. ആ പറയുന്ന കറണ്ട് ബില്ല് നമുക്ക് തരുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാണ് ഒരു വാട്ട് അവർ മീറ്റർ? ഫസ്റ്റ് പോയിന്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഉപഭോഗം അല്ലെങ്കിൽ എന്താണ്, കൺസംഷൻ. എന്താണ് ഉപഭോഗം അല്ലെങ്കിൽ കൺസംഷൻ? ഉപഭോഗം എന്നല്ലേ കൺസംഷൻ പറയുന്നത്, അല്ലേ? ഉപയോഗിക്കുന്ന എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്, വാട്ട് അവർ മീറ്റർ. എന്തുവാണ്, വാട്ട് അവർ മീറ്റർ. അപ്പോൾ ഈ വാട്ട് അവർ മീറ്റർ എന്താണ് അളക്കുന്നത്? വാട്ട് അവർ മീറ്റർ അളക്കുന്നത് ഒരു ഉപകരണം എത്രത്തോളം
എനർജി കൺസ്യൂം ചെയ്തു എന്നാണ്. എന്താണ്? എനർജി കൺസ്യൂം ചെയ്തു എന്നാണ്. അപ്പം ഞാൻ ഇവിടെ എഴുതുന്നതിന് പകരം സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതാം, കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കടാ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുവാണ്? വാട്ട് എന്ന് വെച്ചാൽ പവറിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മണിക്കൂറിൻ്റെതാണ്. വാട്ട് അവർ അളക്കുന്ന ഉപകരണമാണ് എന്ത്? വാട്ട് അവർ മീറ്റർ എന്ന് പറയും. അപ്പോൾ വാട്ട് അവർ മീറ്റർ എന്താ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ. എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ അളക്കാൻ വേണ്ടിയിട്ട് അല്ലേ, കൺസംഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. എന്താണ് വാട്ട് അവർ മീറ്റർ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയാണ് മെഷർ ചെയ്യുന്നത്. എന്താ മെഷർ ചെയ്യുന്നത്? എനർജിയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എനർജി മെഷർ ചെയ്യുന്നത്? അപ്പോൾ എനർജി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ അതൊരു ഉപകരണത്തിൻ്റെ കേസ്, ഹീറ്റിംഗ് ഉപകരണമാണെങ്കിൽ അതെന്താണ്? ഹീറ്റ് ബൈ പവർ ആണെന്നും നമ്മൾ ഹീറ്റ് ബൈ ടൈം ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്കറിയാം, നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാലും വർക്ക് എന്ന് പറഞ്ഞാലും അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം എനർജിയാണ് വർക്കായിട്ട് മാറുന്നത്. വർക്ക് ചെയ്യാൻ എനർജി വേണം. അപ്പോൾ നമുക്ക് ഈ വർക്കിന് പകരം ഇവിടെ എന്ത് എഴുതാം? എനർജി എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പോൾ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനർജി ബൈ ടൈം. അപ്പോൾ ഇതിൽ നിന്ന് എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പവറിനെ നമ്മൾ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് കിട്ടി, പവർ ഇൻറ്റു ടൈം. ആലോചിച്ച് നോക്കടാ, പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ട്. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സാധാരണ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ വാട്ട് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഈ പറയുന്ന ചെറിയ പവറിലല്ല വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല സമയം എന്ന് പറയുന്ന സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കാൻ നിന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. ഇവിടെ നോക്കി, ഈ പറയുന്ന കാര്യം നോക്കി. അപ്പോൾ എന്താണ് വാട്ട് അവർ മീറ്റർ? എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞില്ല. എന്താ വാട്ട് അവർ മീറ്റർ? ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ ഹൗസസ് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ബൈ എ വാട്ട് അവർ മീറ്റർ കണക്റ്റഡ് ടു അവർ ഹൗസ് ഹോൾഡ് കണക്ഷൻ. ഇത് അളക്കുന്ന എന്തിലാണ്? കിലോ വാട്ട് അവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. നോക്കി, പവർ നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണ്? വാട്ടിലും സമയം സെക്കൻഡിലുമാണ്. അപ്പോൾ എനർജി കിട്ടുന്നത് എന്തിലായിരിക്കും? ജൂളിലായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു 9 വോൾട്ട് ബൾബ് 1 മണിക്കൂർ വെച്ച് 30 ദിവസം ജോലി ചെയ്താൽ അവിടെ കിട്ടുന്ന എനർജി കൺസംഷൻ എന്ന് പറയുന്നത് 972000 ജൂളാണ്. ഓക്കെ, ഇപ്പോൾ 9,72,000 ജൂൾസ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലെ എല്ലാ ഉപകരണത്തിൻ്റെയൊക്കെ കൂട്ടുമ്പോൾ കിട്ടുന്നതൊരു വലിയ യൂണിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ജൂൾ എന്ന് പറയുന്ന എനർജി കിട്ടണം, അത് ശരി തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പവറിൻ്റെ യൂണിറ്റ് വാട്ട് എന്നതിൽ നിന്നും എന്തിലോട്ട് മാറ്റണം? കിലോ വാട്ടിലോട്ട് മാറ്റണം. കിലോ വാട്ടിലോട്ട് മാറ്റണം. അതുപോലെ സമയം എന്നുള്ളത് നമ്മൾ എന്തിലോട്ട് മാറ്റണം? ടൈം സെക്കൻഡിലായിരുന്നല്ലോ അല്ലേ. ടൈം എന്ന് പറയുന്നത് എന്തിലായിരുന്നു? സെക്കൻഡിലായിരുന്നു. അതിന് നമ്മൾ എന്തിലോട്ട് മാറ്റണം? അവറിലോട്ട് മാറ്റണം. അവറിലോട്ട് മാറ്റണം. നിങ്ങൾക്കറിയാം, വാട്ട് കിലോ വാട്ടിലോട്ട് ആവാൻ അല്ലേ 1000 വാട്ട് ചേരുമ്പോഴാണ് 1 കിലോ വാട്ട് ആവുന്നത്. അതുപോലെ 60 × 60 3600 സെക്കൻഡ് ചേരുമ്പോഴാണ് 1 അവർ ആവുന്നത് അല്ലേ. 1 കിലോ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വാട്ട്, 1 അവർ എന്ന് വെച്ചാൽ 3600 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം ഈ പറയുന്ന ഇക്വേഷനിലോട്ടൊന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കൺവേർഷൻ കിട്ടും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കുക. എന്തുവാണ് വാട്ട് അവർ മീറ്റർ എന്ന് വെച്ചാൽ? നമ്മുടെ വീട്ടിലെ വൈദ്യുതി എത്രത്തോളം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വൈദ്യുത ഊർജ്ജത്തിൻ്റെ ഉപഭോഗം അല്ലെങ്കിൽ കൺസംഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. അതിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് അളക്കുന്നത്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് എനർജിയുടെ യൂണിറ്റ്? ജൂളാണ് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെ, എനർജിയുടെ യൂണിറ്റ് എന്താണ്? വർക്കിൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. പക്ഷേ ജൂളിൽ പറയുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, അതിലോട്ടാണ് വരുന്നത്. ഇനി ഫോർമുല എന്താണ്? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? വർക്ക് ബൈ ടൈമാണ്. പക്ഷേ വർക്കിനെ നമുക്ക് എനർജി എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം വൈദ്യുത ഊർജ്ജം ചെയ്യുന്ന അല്ലെങ്കിൽ വൈദ്യുത ഊർജ്ജത്തിന് എനർജിക്ക് അനുസരിച്ചാണ് വർക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് അനുസരിച്ചാണ് എനർജി. സോ നമുക്ക് വർക്കിന് വരെ എനർജി എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. സോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എനർജി ബൈ ടൈം. ഇതിൽ നിന്നും എനർജി എന്ന് വെച്ചാൽ എന്തായിരിക്കും? പവർ ഇൻറ്റു ടൈം. അപ്പോൾ പവർ ഇൻറ്റു ടൈം കിട്ടി. ഇത് തന്നെയാണ് ഫോർമുലയ്ക്ക് മാറ്റമൊന്നുമില്ല. ഏത് ഉപകരണത്തിൻ്റെയും എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ പവറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് എനർജി കിട്ടുന്ന യൂണിറ്റ് എന്ന് വെച്ചാൽ വാട്ട് സെക്കൻഡാണ്.
പക്ഷെ അത് അതിനൊരു പ്രശ്നം. നമ്മൾ അങ്ങനെ ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ വാട്ടിനെ എന്തിലോട്ട് മാറ്റും? കിലോ വാട്ടിലോട്ടും ടൈമിനെ നമ്മൾ എന്തിലോട്ട് മാറ്റും? അവറിലോട്ടും മാറ്റും. അല്ലെങ്കിൽ ഈ രീതിക്ക് മാറിയിട്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? പവർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എനർജി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തല്ല, വാട്ട് സെക്കൻഡ് അല്ല, എന്താണ്? കിലോ വാട്ട് അവർ ആണ്. കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്തുവാണ്? കിലോ വാട്ട് അവർ ആണ്. അത് തരുന്ന മീറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? വാട്ട് അവർ മീറ്റർ എന്നോ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ മീറ്റർ എന്നോ പറയുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ. ഇതിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വാർത്തയൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് KSEBക്കാർ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ എനർജിയുടെ ഉപയോഗത്തിൻ്റെ പൈസ കൂട്ടും അല്ലേ? യൂണിറ്റിന് 2 രൂപ വെച്ച് കൂട്ടി, അല്ലെങ്കിൽ യൂണിറ്റിന് 3 രൂപ വെച്ച് കൂട്ടി, അല്ലെങ്കിൽ യൂണിറ്റിന് 5 രൂപ വെച്ച് കൂട്ടി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റ് എന്താണ്? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ കിലോ വാട്ട് അവർ വൈദ്യുതിക്കും, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ കിലോ വാട്ട് അവർ വൈദ്യുതിയുടെയും യൂണിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൈസയാണ് എന്ത് ചെയ്തത്? കൂട്ടിയത്. ആ പൈസയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? യൂണിറ്റ്. അപ്പോൾ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ എനർജി അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണെന്ന് നമുക്കറിയണം. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് അറിയണം? എത്ര ജൂളായിട്ട് നമുക്കറിയണം. അപ്പോൾ ഇവിടെ നോക്കിക്കോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ടൊന്ന് നോക്കാമോ? അപ്പോൾ നോക്കിക്കോ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? വാട്ട് അവർ മീറ്ററിനെ പറ്റിയിട്ട് ആണ്. അപ്പോൾ എന്താണ് വാട്ട് അവർ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ എ ഹൗസ് ഹോൾഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? കിലോ വാട്ട് അവറിലാണ്. ഓക്കെ, എന്തിലാണ്? കിലോ വാട്ട് അവറിലാണ്. ഓക്കെ, ഇനി യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ തന്നെ യൂണിറ്റ് എന്ന് വിളിക്കും. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ എന്താ? കിലോ വാട്ട് അവർ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം നോക്കിയേ. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ എ 1 കിലോ വാട്ട് പവർ അപ്ലയൻസസ് ഇൻ 1 അവർ. എത്രയായിരിക്കും? 1 കിലോ വാട്ട് അവർ ആയിരിക്കും. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ തന്നിട്ടുള്ള എന്തിലായിരിക്കില്ല? കിലോ വാട്ടിലല്ല, പവർ റേറ്റിംഗ് എഴുതിയിരിക്കുന്ന വാട്ടിലാണ്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയോ, ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് എന്താണ് 1 കിലോ വാട്ട് അവർ? നമ്മളെപ്പോഴും 1 കിലോ വാട്ട് അവർ, 1 ഓം, 1 ആംബിയർ, 1 വോൾട്ട് ഇതൊക്കെ മുന്നത്തെ ക്ലാസ്സുകളിലും ഫിസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് 1 കിലോ വാട്ട് അവർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എനർജിയുടെ ഫോർമുല അങ്ങോട്ട് എഴുതണം. എനർജിയുടെ യൂണിറ്റ് ആണല്ലോ ഇത്, എനർജിയുടെ യൂണിറ്റ് ആണല്ലോ. അപ്പോൾ എനർജിയുടെ ഫോർമുല എഴുതുക. എനർജിയുടെ യൂണിറ്റ് എന്താ? ഫോർമുല എന്താണ്? പവർ ഇൻറ്റു ടൈം. എന്നിട്ട് ഇത് രണ്ടിൻ്റെ വാല്യൂ ഒന്നാക്കുക. അപ്പോൾ ഒരു പവറിൻ്റെ യൂണിറ്റ് ഇവിടെ എന്താണ്? കിലോ വാട്ട്. 1 കിലോ വാട്ട് അല്ലെങ്കിൽ 1000 വാട്ട്. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവർ. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? 1 കിലോ വാട്ട് അവർ പവർ റേറ്റിംഗ് ഉള്ള ഒരു ഉപകരണം, 1 കിലോ വാട്ട് അവർ പവർ റേറ്റിംഗ് ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ സമയം പ്രവർത്തിക്കുമ്പോൾ 1 കിലോ വാട്ട് അവർ പവർ റേറ്റിംഗ് ഉള്ളൊരു ഉപകരണം, ഒരു ഫാൻ ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, ബൾബ് ആയിക്കോട്ടെ, സാധാരണ അത്ര പവർ ഒന്നും അതിനകത്തില്ല എങ്കിലും അസ്യൂം ചെയ്യുക, അങ്ങനെയുള്ളൊരു ഉപകരണം 1 മണിക്കൂർ ഉപയോഗിക്കാൻ എത്ര എനർജിയാണ് ആവശ്യം? എത്ര എനർജിയാണ് ആവശ്യം? ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 കിലോ വാട്ട് അവർ എനർജി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? 1 കിലോ വാട്ട് അവർ എനർജി എന്ന് വിളിക്കുന്നത്. സോ 1 കിലോ വാട്ട് അവർ or 1 unit of electrical energy is the energy consumed by an appliance with 100 watt അല്ലെങ്കിൽ 1 kilowatt hour power in 1 hour. എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായല്ലോ. 1 kilowatt hour പവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം 1 മണിക്കൂർ സമയത്തേക്ക് പ്രവർത്തിക്കുമ്പോൾ ഈ ഉപകരണം എത്രത്തോളം വൈദ്യുത എനർജിയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 കിലോവാട്ട് അവർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? എന്താണ് ഒരു വാട്ട് അവർ മീറ്റർ എന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ടിലാണ് തരുന്നത്, അല്ലെങ്കിൽ കിലോ വാട്ട് അവറിലാണ് തരുന്നത്. അതിനെയാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. പവർ, ബാക്കി കാര്യങ്ങൾ ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയോ, ഹൗ മെനി ജൂൾസ് ഓഫ് എനർജി ഈസ് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? എത്ര ജൂൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എനർജി എന്ന് പറയുന്നത് പവറിനെ വാട്ടിലും ടൈമിനെ സെക്കൻഡിലും എടുത്താൽ അത് സാധാരണ ജൂള്, അവിടെ കിട്ടുന്ന സാധാരണ ജൂൾ. പക്ഷെ നമ്മളിവിടെ പവറിനെ എന്തിലോട്ട് മാറ്റി? കിലോ വാട്ടിലോട്ട് മാറ്റി, ടൈമിനെ മണിക്കൂറിലോട്ട് മാറ്റി. അപ്പോൾ ആ മാറ്റം നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്ര വാട്ടാ ഒരു കിലോ വാട്ട്? 1000 ഇൻറ്റു എത്ര സെക്കൻഡാ ഒരു മണിക്കൂർ? 3600. അപ്പോൾ ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 36 1 2 3 4 5 0. സോ നമ്മളിന്ന് സിംപ്ലിഫൈ ചെയ്ത് എത്ര എടുക്കും? 3 കഴിഞ്ഞ ഒരു പോയിന്റ് കൊടുത്തിട്ട് 6 എഴുതും. എന്നിട്ട് ഇൻറ്റു 10⁻². ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? ഡെസിമൽ ഇവിടെയല്ലേ കൊടുത്തേ? എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 6. ഇത്രയും ജൂളാണ് എന്ത്? 1 കിലോ വാട്ട് അവർ എന്ന് പറയും. 1 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ എത്രയാണ്? 3.6 × 10⁻6 ജൂൾ. അപ്പോൾ ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3.6 × 10⁻6 ജൂളിന് ഈക്വലാണ്. പറഞ്ഞ കാര്യം പിടിയിട്ട് ഇവിടെ നമ്മൾ പവർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ വാട്ട് എന്ന് പറയുന്ന യൂണിറ്റിൽ അളക്കുകയും ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ അളക്കുകയും ചെയ്തിട്ട് അവിടെ വെച്ച് നമ്മൾ എനർജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പവർ ഇൻറ്റു ടൈം ആയിരിക്കും. അവിടുത്തെ അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് സെക്കൻഡ് ആയിരിക്കും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ജൂൾ എന്ന് വിളിക്കുന്നത്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഹീറ്റിൻ്റെ യൂണിറ്റ്, എനർജിയുടെ യൂണിറ്റ് ഒക്കെ ജൂൾ തന്നെ. ജൂൾ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം വർക്ക്, പവർ, എനർജി പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ട് എന്ന് പറയുന്ന യൂണിറ്റിന് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? കിലോ വാട്ടിലോട്ടും. സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിലോട്ട് മാറ്റിയും? അവറിലോട്ടും മാറ്റത്തില്ലേ? അങ്ങനെ മാറ്റുമ്പോൾ എത്ര ജൂളിൻ്റെ വ്യത്യാസമാണ് വരുന്നത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ വന്ന മാറ്റം എത്രയാണെന്ന് എഴുതി. സാധാരണ ജൂള് 1 ജൂൾ അല്ലേ? 1 ജൂൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന സാധനം മൾട്ടിപ്ലൈ ആണ്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ എനർജി എന്ന് വെച്ചാൽ എത്ര ജൂളെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കൺവേർഷൻ എഴുതണം. വാട്ടിനെ നമ്മൾ കിലോ വാട്ടിലോട്ട് മാറ്റി എന്ന് വെച്ചാൽ 1000 കൊണ്ട് മാറ്റണം അല്ലേ? 1000 മാറ്റണം. ഈ ഇടതുവശത്ത് അതിലപ്പോൾ കിലോ വാട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 1000 എടുക്കണം. ഇടതുവശത്ത് അവറിലാണ്. അപ്പോൾ സെക്കൻഡ് നമ്മൾ എന്തിലോട്ട് മാറ്റണം? അവറിലോട്ട് മാറ്റണം. 60 × 60 3600 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 36 3 2 5 0 കിട്ടുന്നത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നതാണ് 3.6 × 10⁻6 ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻6 ജൂളിന് തുല്യമാണ്. ഇത്രയും ജൂളിന് തുല്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് 1 കിലോ വാട്ട് അവർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ഈ കൺവേർഷൻ എന്ന് മനസ്സിലായി. എങ്കിലും ഇത് വെച്ചുള്ള 1-2 ചോദ്യങ്ങൾ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. നമുക്കത് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കോ. ഹൗ മച്ച് ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്? എത്ര എനർജിയാണ് അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്? ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് പവർ 60 1 മണിക്കൂർ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമുക്ക് എന്ത് ചെയ്യണം? പവർ എന്ന് പറയുന്നത് എത്രയാണ്? 60 വാട്ടാണ്. അപ്പോൾ ഇവിടെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 60 വാട്ടാണ്. 60 വാട്ട്. ഓക്കെ. അടുത്ത് ടൈം എന്ന് പറയുന്നത് 1 അവർ ആണ്. ടൈം എന്ന് പറയുന്നത് 1 അവർ ആണ്. അത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് എത്രയാണ്? എനർജിയാണ്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് ജൂളിലാണ് കിട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ജൂളിലാണ് കിട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? പവർ എടുക്കേണ്ടത് വാട്ടിലും ടൈം എടുക്കേണ്ടത് സെക്കൻഡിലും ആയിരിക്കും. ജൂളിലാണ് കിട്ടേണ്ടതെങ്കിൽ പവർ എടുക്കേണ്ടത് വാട്ടിലും ടൈം എടുക്കേണ്ടത് സെക്കൻഡിലും. കിലോ വാട്ടിൽ കിട്ടണമെങ്കിൽ മാറ്റണം. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ കിലോ വാട്ടിലോട്ട് മാറ്റിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് തന്ന ഉത്തരവാദിത്തം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണത്? പവർ ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇവിടെ പവർ എന്ന് പറയുന്നത് 60 തന്നെ മാറ്റമൊന്നും. പക്ഷേ ടൈം എടുക്കേണ്ട മണിക്കൂറിലാണോ? അല്ല, ജൂളിൽ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ടൈം എടുക്കേണ്ട സെക്കൻഡിലാണ്. 1 മണിക്കൂർ എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ്? 60 × 60 3600 സെക്കൻഡാണ്. സോ 60 × 3600 നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 216 പിന്നെ 3 0 ജൂളെന്ന് കിട്ടും. ഇത് ജൂളിൽ ഉത്തരം കിട്ടുന്നു. ഇല്ല, ഇനി ഇവിടെ നമുക്ക് എന്തുവാണ്? കിലോ വാട്ട് അവറിലാണ് വേണ്ടത്. ഇവിടെ ഈ പറയുന്നതിന് പകരം കിലോ വാട്ട് അവർ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 60നെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര ഡിവൈഡ് ചെയ്യേണ്ടി വരും? 60 വാട്ടിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കിലോ വാട്ട് എന്ന് പറഞ്ഞത് കിട്ടും. അപ്പോൾ 1 2 3 സ്ഥാനമാകുമ്പോൾ 0.06 അല്ലേ? 1 2 3 സ്ഥാനം. ഓക്കെ. അപ്പോൾ 0.06 കിലോ വാട്ട് എന്ന് കിട്ടും. അതിനെ നമ്മൾ ഈ പറയുന്ന എന്താണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിലോ വാട്ട് അവറിൽ ഉത്തരം കിട്ടും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നോക്കി, ഈ ടേബിൾ ഒന്ന് നോക്കി. ഒരു ഉപകരണത്തിന് പവർ തന്നിട്ടുണ്ട് വാട്ടിൽ, ടൈം തന്നിട്ടുണ്ട് അവറിൽ, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ജൂളിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ നമ്മൾ യൂണിറ്റിലോട്ട് മാറ്റണം, അതായത് കിലോ വാട്ട് അവറിലോട്ട് മാറ്റണം. സിമ്പിളാണ്. പവർ 1000, ടൈം 1 അവർ. അപ്പോൾ ജൂളിൽ കിട്ടണമെങ്കിൽ മണിക്കൂറിനാണ് മാറ്റേണ്ടത്. 60 × 60 36,000 കിട്ടും. അത് എന്തിലോട്ട് മാറ്റണം? യൂണിറ്റിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്നത് നമുക്കറിയില്ല. 1 ജൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ എത്രയാണ്? 1 കിലോ വാട്ട് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്?
3 6 0 0 0 0 1 2 3 6 ഇത്രയും ജൂൾ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ജൂളിന് ഇതിലോട്ട് മാറ്റാൻ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ല, ഇത് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന 360000 ഡിവൈഡ് ചെയ്ത് നമുക്ക് ഉത്തരം എത്ര കിട്ടി? 1 യൂണിറ്റ് എന്ന് കിട്ടി. കിട്ടിയല്ലോ. ഇവിടെ നമുക്ക് 2000. അപ്പോൾ എത്ര? 2000 ഇൻറ്റു 3600 എന്ന് പറഞ്ഞിവിടെ ഒരു ഉത്തരം കിട്ടുക. എത്രയായിരിക്കും? 36 അല്ലേ? 3 അപ്പോൾ 72 എന്ന് വരും അല്ലേ? 72 അല്ലേ വരുന്നത്? 36 ഇരട്ടി 72 അല്ലേ? 3 ഇരട്ടി 6, 12, 6 ഇരട്ടി 12, 6 72. അത്രയും തന്നെ എന്താണ്? 1 2 3 4 5 0 വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഉത്തരം എത്ര കിട്ടും? 2 യൂണിറ്റ് എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നോക്കി 500 ആണ്. അപ്പോൾ 500 × 3600 ബൈ എന്താണ്? 36 3.6 × 10⁶ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും. ഇവിടെ അതുപോലെ കിട്ടും. എത്ര കിട്ടും? 0.5 എന്നും 1 എന്നും കിട്ടും. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ചോദ്യം. ഇനി ഇതേ ഭാഗത്ത് നിന്ന് വരാൻ പറ്റുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചോദ്യമാണ്. എന്തുവാണ്? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ എ 500 വാട്ട് ഗ്രൈൻഡർ ആൻഡ് 600 വാട്ട് ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റിംഗ് ഫോർ 2 hours. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് യൂണിറ്റിലാണ് അല്ലെങ്കിൽ കിലോ വാട്ട് അവറിലാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട. നമുക്കറിയാം എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് പവർ ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ പവർ? ഈ പവറും ഉണ്ട്, ഈ പവറും ഉണ്ട്. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടണം. ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. 500 വാട്ടുള്ള ഗ്രൈൻഡറും 600 വാട്ടുള്ള ഇലക്ട്രിക്കാണ് 2 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര എനർജി ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് തരുന്ന പവർ എത്രയാണ്? 500 + 600 എത്രയാണ്? 1100 വാട്ട് പവറാണ് ഇവിടെ തരുന്നത്. ഇനി സമയം എത്രയാണ്? ടൈം 2 മണിക്കൂറാണ്. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 1100 എന്ന് പറയുന്നത് വാട്ടിലാണ്. നമുക്കത് എന്തിലോട്ട് മാറ്റണം? കിലോ വാട്ടിലോട്ട് മാറ്റണം. അപ്പോൾ വാട്ടിനെ കിലോ വാട്ടിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇൻറ്റു സമയം എത്രയാണ്? 2 മണിക്കൂർ തന്നെ. അപ്പോൾ ആ 2 തന്നെ കൊടുത്താൽ മതി, കാരണം സമയം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര കിട്ടും? ഇത് 2 വെട്ടിപ്പോയി 1.1 × 2. അപ്പോൾ എത്ര കിട്ടും? 2.2 യൂണിറ്റ് എന്ന് കിട്ടും. എത്ര കിട്ടും? 2.2 യൂണിറ്റ് എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇതാണ് വാട്ട് അവർ മീറ്റർ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു ദിവസത്തെ ഉപയോഗമൊക്കെ എന്ത് ചെയ്യുക? സമയം പോലെ ഇരുന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമുക്കിനി അടുത്ത് വരുന്ന പുതിയൊരു ടോപ്പിക്കാണ്. നമുക്ക് എനർജി ക്രൈസിസും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ അതോട് അടുത്ത പാർട്ടോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആകും. സോ എന്ത് ചെയ്യാം? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.